പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്നതിൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ ഇനിമേൽ നീ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഗലാത്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ മാമോദിസ എന്ന കൂദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് തിരുസഭയിലെ ഗലാത്യ എന്ന സഭയിലെ അംഗങ്ങളായ മക്കളുടെ വിശുദ്ധീകരണത്തിനും നവീകരണത്തിനും തെറ്റുതിരുത്തലിനും വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വിശുദ്ധ പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. കാലസമ്പൂർണത, പഴയ നിയമത്തിൻ്റെ അവസാനം. ഇതാ ഒരു പുതിയ നിയമം, പുതിയ യുഗം ആരംഭിക്കുന്നു. പഴയ നിയമ കാലഘട്ടം, പഴയ കാലഘട്ടം അവസാനിക്കുകയും ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുകയും ചെയ്യാൻ പോവുകയാണ്. ഇതാണ് കാലത്തിൻ്റെ സമ്പൂർണത. ഇന്നലകളിലെ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഇവിടെ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു, നമ്മെപ്പോലെ ഒരു മനുഷ്യനായി. ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോൾ പൂർത്തീകരണത്തിൽ, അതാണ് അവസാന നാളുകളിൽ എല്ലാവരിലേക്കും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന് ജോയൽ പ്രവാചകൻ പറഞ്ഞു. പക്ഷേ ഈ ആത്മാവിനെ വർഷിക്കുന്നതിന് മുമ്പ് ആത്മാവിനെ വർഷിക്കേണ്ടവൻ ഈ ഭൂമിയിലേക്ക് വന്നു. അതായിരുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ അതാണ് എഴുതി വച്ചിരിക്കുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ഈ പുത്രനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചുവെന്ന് ഇന്ന് എത്ര ക്രിസ്ത്യാനി വിശ്വസിക്കുന്നുണ്ട്? അവർ പോകുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥന കഴിയുന്നു, തിരിച്ചു പോരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അയച്ചത്? ഓരോ മനുഷ്യനെയും രക്ഷിച്ച് ആ രക്ഷയുടെ പൂർത്തീകരണത്തിനായി എന്നെന്നും ഒരു മനുഷ്യൻ്റെ ആത്മാവോട് കൂടിയിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ, നിത്യസഹായകനെ ദൈവം ഒരു മനുഷ്യനിലേക്ക് അയക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ പരിശുദ്ധാത്മാവിനെ നേരിട്ടങ്ങ് കൊടുക്കാൻ പറ്റത്തില്ല. അത് കർത്താവിനെ നന്നായിട്ടറിയാം. വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയിലേക്ക് മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. എന്നിട്ട് പറയണം, അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി. ഒരു സ്ത്രീയിൽ നിന്നും ജനിക്കുന്നു. മറിയം എന്ന സ്ത്രീയിൽ നിന്നും. അതുകൊണ്ട് ഈശോയെ മറിയം, പലപ്പോഴും മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പലർക്കും അവഹേളിക്കുന്നുണ്ട് മറിയത്തെ. അതായത് കാനായിലെ കല്യാണത്തിന് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്താ ബന്ധമെന്ന് ഈശോ ചോദിച്ചപ്പോഴേക്കും അത് ഈ കാലഘട്ടത്തിലുള്ള ചിലർ പറയാൻ തുടങ്ങി, യേശു മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ചില്ലേ? അതെ, വിളിച്ചു, ശരിയാണ്. കാരണം യേശുവിനെ വിളിക്കാം സ്ത്രീ എന്ന്. കാരണം യേശു ദൈവമായതുകൊണ്ട്, താൻ ദൈവമാണെന്ന് അവിടെ പ്രഖ്യാപിച്ചതാണ്. ദൈവം ആദ്യം വിളിച്ചത് ഏദൻ തോട്ടത്തിൽ വെച്ച, നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കുമെന്ന് പറഞ്ഞ് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് കാണാൻ സാധിക്കും. 13 മുതലുള്ള തിരുവചനം മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്കതവിടെ കാണുവാൻ സാധിക്കും. ഇപ്പം സ്ത്രീ എന്ന് ദൈവം വിളിച്ചത് ഏദൻ തോട്ടത്തിലാണെങ്കിൽ അത് പഴയ നിയമ കാലഘട്ടത്തിൽ അവിടെ വെച്ച് വിളിച്ചുവെങ്കിൽ ഇതാ പുതിയ നിയമകാലത്തിൻ്റെ സമ്പൂർണ്ണത വന്നപ്പോൾ ഇതാ
ഈ പറയപ്പെട്ട ദൈവം ഒരു സ്ത്രീയിൽ നിന്നും മനുഷ്യനായി, നമ്മെപ്പോലെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിക്കുന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവം ഉപയോഗിച്ചതാരെയാണ്? ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെയാണ്. ഒരു സ്ത്രീയിലേക്ക് തൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കുന്നത്. അതാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നിന്നിൽ നിന്നും ജനിക്കാൻ പോകുന്ന ശിശു ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടുമെന്ന് ലൂക്കാ സുവിശേഷകൻ മറിയത്തോട് പറഞ്ഞതിൻ്റെ ആത്മീയ രഹസ്യവും അത് തന്നെയാണ്. ആ പരിശുദ്ധാത്മാവാണ് ഈ പറയപ്പെട്ട ദൈവത്തെ മനുഷ്യനായി മാറ്റിയത്, ഈ മനുഷ്യനായി ഭൂമിയിലേക്ക് രൂപാന്തരപ്പെടുത്തിയതെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ജനിച്ച തിരുസഭയിലെ അംഗമായി മാറ്റപ്പെട്ട നമ്മയൊക്കെ ദൈവത്തിൻ്റെ അടുത്തേക്ക് രൂപാന്തരപ്പെടുത്തി മാറ്റുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ആത്മാവിനെ ഓരോ മനുഷ്യനിലേക്കും അയച്ചത്. ഇവിടെ ജന്മഭാവത്തിൽ ജനിച്ച നമ്മെ ഓരോരുത്തരെയും മാമോദീസ എന്ന കൂദാശയിലൂടെ കഴുകി വിശുദ്ധീകരിച്ച് ഒരു വീണ്ടും ജനനം നൽകി വീണ്ടും ജനിപ്പിച്ച് നമ്മുടെ ആത്മാവിന് ദൈവകരങ്ങളിലേക്ക് ചേർത്തത് മറ്റാരുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇത് നമ്മളൊന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് സ്ത്രീയിൽ നിന്ന് ജാതനായ കർത്താവീശ്വമിശിഹ, ഈ ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് ജനിച്ചതുപോലെ ഈ ഭൂമിയിലുണ്ടായിരുന്ന ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച എന്നെയും നിങ്ങളെയും മാമോദീസ എന്ന കൂദാശയിലൂടെ വീണ്ടും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനായി മകളായി അവിടുന്ന് നമ്മെ സ്വീകരിക്കുന്നു. ഇതൊരു വലിയ സത്യമാണ്. ഇതാണ് കർത്താവ് നമ്മൾ പോലും അറിയാതെ നമ്മളെ രൂപാന്തരപ്പെടുത്തിയ അവസ്ഥ. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചുവെന്നും അവൻ സ്ത്രീയിൽ നിന്നും ജാതനായെന്നും നിയമത്തിന് അധീനനായി ഭൂമിയിൽ ജീവിച്ചുവെന്നും കർത്താവെ അവിടുത്തെ കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളിലേക്ക് അയച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു പുതിയ ജനനം നൽകിക്കൊണ്ട്, ഒരു പുതിയ ജീവിതം നൽകിക്കൊണ്ട്, ഒരു പുതിയ രൂപാന്തരീകരണം നൽകിക്കൊണ്ട് കർത്താവെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.